കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിനെക്കുറിച്ചോ ആ പാർട്ടിയുടെ പരമോന്നത നേതാവായ ജോസ് കെ മാണിയെക്കുറിച്ചോ ആക്ഷേപകരമായി അവർക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇനിമേൽ ചെയ്യരുത് എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ചെറുപ്പം മുതലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ശവത്തിൽ കുത്തരുത് എന്നാണ്. ആ ജോസ് കെ മാണി രണ്ടാമത് തോറ്റു. അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിപ്പിച്ച എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും തോൽക്കാൻ ഭാഗ്യമുണ്ടായ ഒരു പാർട്ടി കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പാണ്. പിന്നെ NCP, കോൺഗ്രസ് എസ് മുതലായ ചില ചീള് പാർട്ടികളുമുണ്ട്. പക്ഷേ ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിപര്യം ഉണ്ടായി എന്ന വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇടതുപക്ഷത്തിന് വിപരീതമായ തരംഗമായിരുന്നു. അത് തന്നെ ഏറ്റവും രൂക്ഷമായത് ഈ ജോസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമൊക്കെയാണ്. അവിടങ്ങളിൽ ഒരു സീറ്റ് പോലും ഇടതുമുന്നണിക്ക് ജയിക്കാൻ പറ്റിയില്ല. പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ് കിട്ടി, ഒരേ ഒരു സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പരാജയം ഉണ്ടെങ്കിലും വലിയ അത്ഭുതം പറയാനില്ല. രണ്ടാമത്തേത്, പൊതുവേ തന്നെ ജോസ് കെ മാണിയെക്കുറിച്ച് കേരള കോൺഗ്രസ്സുകാർക്ക് തന്നെ അത്ര മതിപ്പില്ല. കഴിഞ്ഞ തവണയും അദ്ദേഹം തോറ്റു, ഇത്തവണയും അദ്ദേഹം തോറ്റു. അപ്പോൾ പരാജയം നിനക്ക് വിധി കൽപ്പിതമാണ് തായേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒരു ഘടകം എന്ന് പറയുന്നത് ജോസ് കെ മാണി പറയുന്നതനുസരിച്ചാണെങ്കിൽ CPMകാർ തന്നെ കുറേ പേർക്ക് വോട്ട് UDFന് അല്ലെങ്കിൽ BJPക്ക് മാറ്റിച്ചതുണ്ട്. പാലയിൽ തന്നെ അത് നോക്കിയാൽ ക്ലിയറാണ്. മാണി C കാപ്പൻ്റെ കുറേ വോട്ട് ഷോൺ ജോർജ് പിടിച്ചു. അതിനേക്കാൾ അധികം വോട്ടുകൾ ജോസ് കെ മാണിയുടെ നിന്ന് പിടിച്ചു. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നും കുറേ വോട്ട് ഷോൺ ജോർജ് കൊണ്ടുപോയി. ഇതാണ് പറ്റിയത്. ഇത് മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറേ BJPക്ക് പോയി, കുറേ UDFന് പോയി. ആരുടെയും കുറ്റമല്ല, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന വിഷയമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇടതു മുന്നണിയും മടുത്തു. വലതു മുന്നണിയിലേക്ക് ചെന്നാൽ പറയത്തക്ക യാതൊരു സ്വീകരണവും ലഭിക്കുകയില്ല. മാത്രമല്ല, ഒരു MLA പോലും ഇല്ലാതെ മുന്നണിയിലേക്ക് പോയിട്ട് എന്താ കാര്യമുള്ളത്? അവരുടെ കോലായയിലോ ഉരൽപുരയിലോ പടിപ്പുരയിലോ എങ്ങാനും വളഞ്ഞുകൂടി കിടക്കാൻ അത്രേ പറ്റുള്ളൂ. MLAമാരെ വേണ്ടി ചെന്നാൽ തന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് വലിയ സ്വീകരണമൊന്നും കിട്ടിയില്ല. കാരണം 102 MLAമാർ നിലവിൽ തന്നെ UDFനുണ്ട്. പിന്നെ ഇനി 1-1.5 MLA ആയിട്ട് ചെന്നിട്ട് കാര്യമില്ല. ഒരു MLAയും ഇല്ലാതെ രണ്ട് കൈയും വീശി ഇല്ലേ പാണ്ടക്കെട്ടുമായിട്ട് UDFൻ്റെ കോലായിലേക്ക് എന്നാൽ കിട്ടുന്ന സ്വീകരണം തരും. അതുമാത്രമല്ല, P. ജോസഫ് സാറിനുള്ള പണിയും പിന്നെ പോട്ടെ, പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്ത്. അദ്ദേഹത്തിൻ്റെ മകൻ അബുവാണ് ഇപ്പോൾ ഈ മറ്റേ പാർട്ടിയെ നയിക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന് പേരുള്ള പാർട്ടികൾ മിക്കവാറും താഴ്ന്ന് തരിപ്പണമായി. അതിനാകെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഈ ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ TN ജേക്കബിൻ്റെ ഗ്രൂപ്പും മാത്രമാണ്. അപ്പോൾ ഇങ്ങനൊരു പരിതസ്ഥിതിയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു മാർഗം, അതിനെക്കുറിച്ചും ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ, അതായത് BJP മുന്നണിയിൽ ചേരുക എന്നുള്ളതാണ്. ഇത് കുറച്ചു കാലമായിട്ട് BJPക്കാർ ഇവരെ ക്ഷണിക്കുന്നുണ്ട്. മാണി സാറുള്ള കാലത്ത് തന്നെ അദ്ദേഹം ഈ ബാർക്കോഴ വിവാദത്തിൽ കുടുങ്ങി രാജിവെക്കേണ്ട വന്ന സാഹചര്യത്തിൽ മറ്റെല്ലാ പാർട്ടികളും അവരെ തള്ളിപ്പറഞ്ഞപ്പോൾ ഈ BJPക്കാർ, അന്ന് സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരനായിരുന്നു. V. മുരളീധരനാണ് മാണി സാറിനെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്തു. പക്ഷേ മാണി സാറ് പോയില്ല. ഇനിയും BJPക്കാരെ സ്വാഗതം ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ഈ മാണി ഗ്രൂപ്പും കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. PC ജോർജിനെ പോലെ ആ പാർട്ടിയിൽ ലയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ 2020 സാബു ജേക്കബ് ചെയ്ത പോലെ ഒരു ഘടകകക്ഷിയായിട്ട് അവരോട് കൂടുകയോ ചെയ്യാം. കിട്ടുമ്പോൾ കിട്ടും, കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അത്രേ ഉള്ളൂ, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അതിൻ്റെ അകത്തൊരു നേട്ടമുണ്ട്. അത് രാജ്യസഭാംഗമാണ്. രാജ്യസഭാംഗമായ ജോസ് കെ മാണിയെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിയാക്കാനായിട്ട് നരേന്ദ്രമോദി വിചാരിച്ചാൽ സാധിക്കും. അതിനൊക്കെയുള്ള സംവിധാനം അവർക്കുണ്ട്. മാത്രമല്ല BJPക്കാരിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പോൾ ജോസ് മാണി ഗ്രൂപ്പിൻ്റെ ഭാവി സുനിശ്ചിതവുമായിട്ട് മാറും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലയിൽ തന്നെ താമര അടയാളത്തിൽ മാറ്റുരയ്ക്കാവുന്ന ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി കരണീയം എന്നെനിക്ക് തോന്നുന്നു. അതല്ല, ഇനി മാണി സാറിൻ്റെ മകൻ ഇടതു മുന്നണിയിൽ ഉറച്ചു നിന്ന് സോഷ്യലിസം കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മതേതരത്വം ജനാധിപത്യം ഒക്കെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കും. അത് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ജോസ് കെ മാണിക്ക് ചെയ്യാവുന്നൊരു പണി എന്ന് പറയുന്നത് BJPയുമായിട്ട് സഖ്യം ചെയ്യുക, അല്ലെങ്കിൽ BJPയുടെ മുന്നണിയിൽ ചേരുക. പറ്റുമെങ്കിൽ BJP പാർട്ടിയിൽ തന്നെ ലയിക്കുക, അത്രേ ഉള്ളൂ.